സ്നേഹരാഗം ഭാഗം 21. ദേവൻ കയറിയിരിക്ക്. അപ്പോഴേക്കും അനിത ഉമ്മറത്തേക്ക് എത്തിയിരുന്നു. നന്ദു എവിടെ? ആകാംക്ഷയോടെ ദേവൻ ചോദിച്ചുകൊണ്ട് ഹാളിലേക്ക് കയറിയിരുന്നു. ശരിക്കും എന്താ നന്ദുവിൻ്റെ അവിടെ ഉണ്ടായത്? എന്തോ ഉണ്ടായിട്ട് അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രം അമ്മ പറഞ്ഞു. എന്താണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞതുമില്ല. ദേവൻ പറഞ്ഞു നിർത്തി. ജാനുവിനെ കണ്ടപ്പോൾ അനിത നന്ദുവിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് അവർ ദേവനോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അനിത ഊഹിച്ചു. ഞാൻ പറയാം ദേവേട്ട, നീതു പറഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നു. നീതു പറയുന്നത് എന്തെന്ന് കേൾക്കാൻ ഹൃദയമിടിപ്പോടെ ദേവൻ കാതുകൾ കൂർപ്പിച്ചു. നന്ദനയെ അർജുൻ ഉപദ്രവിച്ചപ്പോൾ തങ്ങളെ ഫോൺ ചെയ്തത് മുതൽ ഉണ്ടായ എല്ലാ സംഭവങ്ങളും നീതു വിശദീകരിച്ചു. ചേച്ചിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോരാൻ ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അമ്മ കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ ഇനിയും ചേച്ചിയെ പിച്ചി ചീന്താൻ ആ മനുഷ്യൻ്റെ അടുത്ത് വിട്ടിട്ട് വന്നേനെ. പറയുമ്പോൾ നീതുവിൻ്റെ മുഖം ചുവന്നു തുടുത്തിരുന്നു. ശബ്ദം വിറച്ചിരുന്നു. ഞാൻ എന്തു പറഞ്ഞുവെന്നാ നീ ഈ പറയുന്നത്? പെൺമക്കൾ കല്യാണം കഴിപ്പിച്ചയച്ചാൽ പിന്നെ അവർ അവിടെ തന്നെ നിൽക്കണം എന്നാണ് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത്. അവൾ പറഞ്ഞത് കേട്ട് അനിത പറഞ്ഞു. അവിടെ തന്നെ നിർത്തിപ്പോന്നാൽ പിന്നെ മോളെ കാണാൻ പോലും കിട്ടില്ല. ഇനിയും അവിടെ നിർത്തിയിരുന്നെങ്കിൽ ചേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടാവും, നീതു കോപം നിറഞ്ഞ വാക്കുകളിൽ പറഞ്ഞു. നീതു അത് പറഞ്ഞപ്പോൾ ദേവന് അനിതയോട് തെല്ല് ദേഷ്യം തോന്നി. നീ നന്ദുവിനെ ഒന്ന് വിളിക്ക്, എനിക്കൊന്ന് സംസാരിക്കണം. ദേവൻ പറഞ്ഞപ്പോൾ നീതു നന്ദനയെ വിളിക്കാനായി അകത്തേക്ക് പോയി. ചേച്ചി ചേച്ചി, നീതുമോൾ ഉറക്കെ വിളിച്ചു. പക്ഷേ നന്ദന വിളി കേട്ടില്ല. ദേവേട്ടൻ ചേച്ചിയോട് അങ്ങോട്ട് വരാൻ പറയുന്നു, നീതു പറഞ്ഞു. പക്ഷേ നന്ദനയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഉണ്ടായില്ല. അത് കണ്ടപ്പോൾ നീതുവിന് തെല്ല് ഭയമായി. അവൾ ഹാളിലെത്തി ദേവനോടും അനിതയോടും അക്കാര്യം പറഞ്ഞു. അയ്യോ, എന്തുപറ്റി എന്ന് നിലവിളിച്ച് അനിതയും വെപ്രാളത്തോടെ ദേവനും നന്ദനയുടെ മുറിയിലെത്തി. നന്ദു, ദേവൻ ഉറക്കെ വിളിച്ചു. എന്തുപറ്റി എൻ്റെ മോൾക്ക്? അവിടെ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? പിന്നെ നിനക്ക് എന്താ പറ്റിയത്? അനിത കരയുന്നതിനിടയിൽ പറഞ്ഞു. അനിതയുടെ വാക്കുകൾ കേട്ടപ്പോൾ നീതു അമ്പരന്നു. ഇതിനിടയിൽ ആണ് നന്ദന വാതിൽ തുറന്നത്. എന്താ എല്ലാവർക്കും വേണ്ടത്? ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യില്ല. അതിനാണെങ്കിൽ ഞാൻ എന്നേ ചെയ്തേനെ. കാരണം കല്യാണം കഴിഞ്ഞതു മുതൽ എൻ്റെ ഭർത്താവ് അത്രയ്ക്കും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു പെണ്ണും സഹിക്കാത്ത അത്രയും ഞാൻ സഹിച്ചിട്ടുണ്ട്. അവൾ വേദനയോടെയാണ് പറഞ്ഞതെങ്കിലും സ്വരത്തിൽ കാഠിന്യം നിറഞ്ഞിരുന്നു. നന്ദന അങ്ങനെയെല്ലാം പറയുമ്പോഴും അനിത പറഞ്ഞ കാര്യങ്ങളായിരുന്നു നീതുവിൻ്റെ മനസ്സ് നിറയെ. അമ്മ പറഞ്ഞത് ഒന്നുകൂടി വിശദീകരിച്ചു തരാമോ? പരിഹാസ സ്വരത്തിൽ നീതു ചോദിച്ചു. നന്ദന അത് കേട്ട് ഇവൾ എന്താ ഈ പറയുന്നത് എന്ന മട്ടിൽ നീതുവിനെ നോക്കി. ചേച്ചി ഫോൺ വിളിച്ചപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നിയിരുന്നു. ചേച്ചി എന്നോടൊന്നും വിട്ടു പറഞ്ഞതുമില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. ചേച്ചി അയാൾ ഉപദ്രവിച്ചിട്ടും അവിടെ തന്നെ നിൽക്കാനല്ലേ അമ്മ ഉപദേശിച്ചത്? പെൺകുട്ടികൾ ഇത്രയ്ക്ക് ഭാരമാണെങ്കിൽ ഇങ്ങനെ വളർത്താതെ അമ്മയ്ക്ക് ഞങ്ങളെ കൊല്ലാമായിരുന്നില്ലേ? നീതുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അനിത നിന്ന നിൽപ്പിൽ തളർന്നുപോയി. നീതുമോളെ, മതി, ദേവൻ താക്കീതോടെ പറഞ്ഞു. അതോടെ നീതു മിണ്ടാതെ അമ്മയെയും പിടിച്ച് ദേവൻ്റെ കാറിൽ കയറി. അനിതയെയും കൊണ്ട് ദേവൻ കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങി. ഡ്രൈവ് ചെയ്യുമ്പോൾ ദേവൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു. ഭൂതകാലങ്ങളിൽ തനിക്ക് വന്നു ഭവിച്ച അനിഷ്ട സംഭവങ്ങളെക്കുറിച്ചോർത്ത് അവൻ സ്വയം ശപിച്ചു. താൻ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് ചെന്ന് വീണില്ലെങ്കിൽ നന്ദന ഇപ്പോൾ തൻ്റെ ഭാര്യയായി കൂടെയുണ്ടാകുമായിരുന്നു എന്ന ചിന്ത അവനിൽ നഷ്ടബോധം നിറച്ചു. അവളെക്കുറിച്ചോർത്തപ്പോൾ നെഞ്ച് പിടയ്ക്കുകയും ചെയ്തു. അനിതയ്ക്ക് ഇടയ്ക്ക് പ്രഷർ കൂടാറുണ്ട്. ഇതിപ്പോൾ നീതുവിൻ്റെ കുറ്റപ്പെടുത്തലുമൊക്കെയായപ്പോൾ പ്രഷർ കൂടി ഒന്ന് വീണു പോയതാണ്. ചെക്ക് ചെയ്തപ്പോൾ പ്രഷർ വളരെ കൂടുതലായിരുന്നു. ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ദേവൻ്റെ കൂടെ തന്നെയായിരുന്നു മടക്കം. ദേവൻ അവർക്ക് വേണ്ടി എന്തിനും കൂടെ നിന്നു. നന്ദനയും കൂടെയുണ്ടായിരുന്നു. അനിത വീണുപോയപ്പോൾ എല്ലാവരും ശരിക്കും ഭയന്നു. ദേവൻ തന്നെ അവരെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി. ഞാൻ പോട്ടെ, എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം, ദേവൻ പറഞ്ഞു. നന്ദനയും അനിതയും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ നീതു ദേവനെ നോക്കി തലയാട്ടി. അകത്തേക്ക് കയറിയപ്പോൾ നീതു കരച്ചിലായി. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ സങ്കടവും ദേഷ്യവും കൊണ്ട് പറഞ്ഞു പോയതാ, അമ്മയെ കെട്ടിപ്പിടിച്ച് അവൾ പറഞ്ഞു. അത് കണ്ടപ്പോൾ നന്ദനയ്ക്കും സങ്കടമായി.
പ്രഭാവതി അടുക്കളയിൽ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. രാത്രിക്ക് ചപ്പാത്തിക്കുള്ള ഗോതമ്പ് പൊടിയെടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് കഴുകുമ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ഉള്ളി അരിയാൻ പൂജയെ വിളിച്ചിരിക്കുകയാണ് പ്രഭാവതി. അവൾ സീരിയൽ കാണുമ്പോഴാണ് പ്രഭാവതി അവളെ വിളിച്ചത്. "നീ ആരാണെന്ന് നോക്ക്," അവർ പറഞ്ഞു. "അർജുനേട്ടൻ പുറത്തുപോയി തിരിച്ചെത്തിയതാവും. അമ്മ പോയി നോക്ക്," പൂജ പറഞ്ഞു. അച്ഛന് ആക്സിഡൻ്റായി വീട്ടിലെത്തിയ ശേഷം അർജുൻ പിന്നെ തിരികെ പോയിട്ടില്ല. ലീവ് കൊടുത്തിട്ടുണ്ട്. പ്രഭാവതി ചെന്ന് വാതിൽ തുറന്നു. അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പ്രഭാവതിക്ക് മനസ്സിലായി. "നീ പോയി കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും എല്ലാം ശരിയാക്കാം," അവർ പറഞ്ഞു. "വിവേക് നാളെ രാവിലെ എത്തുംന്ന് പറഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിൽ പോവണം. ഞാൻ ചെല്ലാംന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്," അർജുൻ പറഞ്ഞു. "അവനോട് ഇത്ര പെട്ടെന്ന് വരണ്ട എന്ന് പറഞ്ഞതല്ലേ," പ്രഭാവതി പറഞ്ഞു. "അവൻ വന്നാൽ കല്യാണമുണ്ടാക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നില്ലേ?" അർജുൻ ചോദിച്ചു. "എന്തായാലും അമ്മയ്ക്ക് ഒരു കൂട്ടും അത്യാവശ്യമാണല്ലോ," അവൻ പറഞ്ഞു. "നിന്റെ ഭാര്യയെപ്പോലെയുള്ളവളാണെങ്കിൽ പിന്നെ പറയണ്ട," പ്രഭാവതി പറഞ്ഞു. നന്ദനയുടെ കാര്യം അമ്മ എടുത്തിടും എന്നറിഞ്ഞപ്പോൾ അർജുൻ അവിടെ നിന്നും പോയി. എന്തു തന്നെ വന്നാലും വിവേകിനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണം എന്ന് പ്രഭാവതി ഉറപ്പിച്ചു. അടുക്കളയിൽ തിരിച്ചെത്തി. "അർജുൻ പറഞ്ഞതുപോലെ വിവേകിനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണം," പ്രഭാവതി പറഞ്ഞു. "എനിക്ക് വയ്യ ഇങ്ങനെ കഷ്ടപ്പെടാൻ," അവർ പറഞ്ഞു. "രാകേഷേട്ടൻ വന്നാൽ പിന്നെ ഞാനും പോകും. അപ്പോൾ പിന്നെ അമ്മ തനിച്ചാകും," പൂജ പറഞ്ഞു. പ്രഭാവതി അടുക്കളയിൽ കയറുമ്പോൾ ഇപ്പോൾ പൂജയെയും കൂട്ടുവിളിക്കും. നന്ദനയുണ്ടായിരുന്നപ്പോൾ ആർക്കും ഒന്നും അറിയേണ്ടതില്ലായിരുന്നു. ഇരുവരും ചേർന്ന് എല്ലാവരും ടേബിളിൽ കൊണ്ടുചെന്ന് വെച്ചു. അർജുൻ കുളിച്ചു വന്നിരുന്നു. ചന്ദ്രനുള്ള ഭക്ഷണവുമായി പ്രഭാവതി റൂമിലേക്ക് പോയി. "വിവേക് ഇന്നെത്തുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്?" ചന്ദ്രൻ ചോദിച്ചു. "ഇന്നെന്താണെന്നറിയില്ല. നാളെ രാവിലെ എത്തും. അർജുൻ എയർപോർട്ടിൽ പോകുന്നുണ്ട്," പ്രഭാവതി പറഞ്ഞു. "എനിക്ക് തീരെ വയ്യ. എല്ലാ പണിയും ചെയ്ത് കഴിയുമ്പോൾ എണീക്കാൻ വയ്യ. എങ്ങനെയെങ്കിലും വിവേകിൻ്റെ കല്യാണം നടത്തണം. എന്നാലേ ഇതിനൊരു പരിഹാരമുണ്ടാകൂ. അല്ലാതെ നന്ദന ഇനി തിരികെ വരില്ല എന്ന് ഉറപ്പാണ്," പ്രഭാവതി പറഞ്ഞപ്പോൾ ചന്ദ്രൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അതിൽ പരിഹാസച്ചുവയുണ്ടായിരുന്നു. "നിനക്ക് മനസ്സിലാകാൻ പോകുന്നേയുള്ളൂ പ്രഭേ," ചന്ദ്രൻ പറഞ്ഞു. "നന്ദനയുടെ വില എന്താണെന്ന് വിവേക് വിവാഹം കഴിച്ചു വരുമ്പോൾ നിനക്കറിയാം." കുറ്റപ്പെടുത്തലിൻ്റെ സ്വരമുണ്ടായിരുന്നു അയാളുടെ വാക്കുകളിൽ. "അവൾ പിഴച്ചവളായത് എൻ്റെ കുറ്റമാണല്ലോ. നിങ്ങൾക്കല്ലെങ്കിലും അവളെ തലയിൽ ചുമന്ന് നടക്കണമെന്നല്ലേ?" "എൻ്റെ മോൻ രക്ഷപ്പെട്ടു," അവർ പറഞ്ഞു. "അർജുനും നിനക്കും ദൈവം തക്കതായ ശിക്ഷ നൽകും, നന്ദനയെ വേദനിപ്പിച്ചതിന്," ഈർഷ്യയോടെ ചന്ദ്രൻ പറഞ്ഞു. അവർ തിരിച്ച് അടുക്കളയിലെത്തിയപ്പോഴേക്കും അർജുൻ കഴിച്ച് മുറിയിലേക്ക് പോയിരുന്നു. പൂജയാണെങ്കിൽ യുവമോൾക്കുള്ള പാലുമായി പോയി കഴിഞ്ഞു. പ്രഭാവതിക്ക് ഇനിയും താൻ എന്തെല്ലാം ചെയ്യണം എന്നാലോചിച്ച് ഒരെത്തും പിടിയും കിട്ടിയില്ല. രാവിലെ തന്നെ അർജുൻ വിവേകിനെ കൂട്ടാൻ പോകാനായി ഒരുങ്ങി. നന്ദനയില്ലാത്തതിൽ അവന് തെല്ലും വിഷമമുണ്ടായിരുന്നില്ല. എന്നാൽ പണി മൊത്തം പ്രഭാവതിക്കായിരുന്നു. അർജുൻ്റെ തുണി കഴുകണം, വീട്ടിലെ പണിയെല്ലാം ചെയ്യണം. അവർക്ക് ശരിക്കും നന്ദനയില്ലാത്തതിൻ്റെ കുറവ് അറിയുന്നുണ്ടായിരുന്നു. പൂജ അങ്ങനെയൊന്നും സഹായിക്കാൻ വരില്ല. പ്രഭാവതി വിളിച്ചാൽ ഒന്ന് വന്നു പോകും, അത്ര തന്നെ. പണിയെല്ലാം കഴിഞ്ഞ് ചന്ദ്രൻ്റെ റൂമിലിരുന്ന് സംസാരിക്കുമ്പോഴാണ് പുറത്ത് കാറിൻ്റെ ഹോൺ ശബ്ദം പ്രഭാവതി കേട്ടത്. അവർ പുറത്തേക്ക് വന്നപ്പോൾ കാറിൽ നിന്നും ഇറങ്ങുന്ന വിവേകിനെയാണ് കണ്ടത്. അവർക്ക് മകനെ കണ്ടപ്പോൾ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീതുമോൾ വന്ന് വിളിക്കുമ്പോഴാണ് നന്ദന എഴുന്നേൽക്കുന്നത്. ഇന്നലെ മുതൽ അവളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ മിന്നിമറയുകയായിരുന്നു. കുറെ ആലോചിച്ചതിനു ശേഷം അവൾ ഒരു തീരുമാനത്തിലെത്തിയാണ് ഉറങ്ങാൻ കിടന്നത്. വൈകി കിടന്നതുകൊണ്ട് തന്നെ അവൾ എണീക്കാനും വൈകി. "ഇപ്പോൾ എഴുന്നേൽക്കാം മോളെ," നന്ദന പറഞ്ഞു. "അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ചേച്ചിക്ക് നല്ല മടി വന്നു കൂടിയിട്ടുണ്ട്," എന്നും പറഞ്ഞ് അവൾ നന്ദനയെ എഴുന്നേൽപ്പിച്ചു. "ചേച്ചി പോയി ഫ്രഷായിട്ട് വാ, ചായ കുടിക്കാം," നീതുമോൾ പറഞ്ഞപ്പോൾ മനമില്ലാ മനസ്സോടെ നന്ദന എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. എല്ലാവരും ഒരുമിച്ചാണ് ചായ കുടിക്കാനിരുന്നത്. അമ്മയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടെന്ന് നന്ദനയ്ക്ക് തോന്നി. "അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്," അവൾ പറഞ്ഞു തുടങ്ങി. "എന്തേ?" എന്ന മട്ടിൽ അനിത മകളെ നോക്കി. "ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്." "എന്താണത്?" ആകാംക്ഷയിൽ അനിത ചോദിച്ചു.
ദേവേട്ടനോട് കൂടി വരാൻ പറയണം. അവൾ പറഞ്ഞു. എന്തിനാ ദേവനെ ഇങ്ങോട്ട് വിളിക്കുന്നത്? അനിത ചോദിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിവിടെ പറയാം. അതിന് പുറത്തുനിന്ന് ഒരാൾ വേണോ? അനിത വീണ്ടും ചോദിച്ചു. ചേച്ചിക്ക് എന്താ ഇത്ര സീരിയസ് ആയ കാര്യം സംസാരിക്കാനുള്ളത്? നീതുമോളും ചോദിച്ചു. പറയാം. ഇനി എന്തായാലും ഞാൻ പഴയ നന്ദനയായിരിക്കില്ല. കുറച്ചു കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അമ്മയ്ക്ക് വയ്യെങ്കിൽ ഞാൻ തന്നെ ദേവേട്ടനെ വിളിച്ചു പറയാം. അവൾ ഫോണെടുത്ത് ദേവൻ്റെ നമ്പർ ഡയൽ ചെയ്തു. റിംഗ് ചെയ്യുന്നതിനോടൊപ്പം അവളുടെ ഹൃദയതാളവും കൂടി വന്നു. ഫോൺ എടുത്ത് ദേവൻ്റെ സ്വരം അവൾ കേട്ടു. ഹലോ ദേവേട്ട, ഞാനാ നന്ദു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നിങ്ങോട്ട് വീട്ടിലേക്ക് വരാമോ? അതിനെന്താ, വരാലോ. അവളുടെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ അവൻ മറുപടി പറഞ്ഞു. എന്നാലും എന്താ നന്ദു നിനക്ക് പറയാനുള്ളത്? ദേവൻ ചോദിച്ചു. അത് ഇവിടെ വന്നിട്ട് പറയാം. എനിക്കെന്തായാലും ഇതിന് ദേവേട്ടനെ പോലെ ആവശ്യമാണ്, നന്ദന പറഞ്ഞു. എന്താവും നന്ദനയ്ക്ക് എന്നോട് പറയാനുള്ളത്? അവൻ ആലോചിച്ചു കൊണ്ട് പോകാനായി ഇറങ്ങി. ഇറങ്ങുമ്പോഴും അവൻ്റെ മനസ്സിൽ നന്ദനയ്ക്ക് എന്താവും തന്നോട് പറയാനുള്ളത് എന്ന് തന്നെയായിരുന്നു. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് കഥ ഇനിയും തുടരും.